തലക്കെട്ടുകൾ കഴിഞ്ഞു വരുമ്പോൾ നേരെ നമ്മൾ പോകുന്നത് നിയമസഭയിലേക്കാണ് ജിൽസി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം. കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ SIR നടപ്പാക്കുന്നത് നിഷ്കളങ്കമല്ല എന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെ മീഡിയ വൺ വാർത്തയുമായി ചേർത്ത് വെച്ച് തന്നെ വായിക്കണം സൈഫു. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനെന്ന ആശങ്ക വ്യാപകമാണ്. മീഡിയ വൺ ആണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആദ്യമേ ഈ വിവരങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ SIR-നെ എങ്ങനെയും ഉപയോഗിക്കും. കേരളത്തിൽ തിടുക്കപ്പെട്ട SIR നടപ്പാക്കുന്നത് ദുരുദ്ദേശപരമെന്നും പ്രമേയത്തിൽ. മുഖ്യമന്ത്രിയാണ് സഭയിൽ പ്രമേയം അവതരിപ്പിക്കുക. SIR-ലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് മീഡിയ വൺ ആണ്. മീഡിയ വൺ ഇംപാക്ട്. സൈഫ് സൈനുൽ ആബ്ദീൻ നിയമസഭയിലുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ സൈഫ്, അവിടെ ഈ പ്രത്യേക പ്രമേയത്തിന്മേൽ ചർച്ച തുടങ്ങിയോ സഭയിൽ? മുഖ്യമന്ത്രി ആണ് ഈ പ്രമേയം അവതരിപ്പിക്കുക. സ്വാഭാവികമായും എന്തായിരിക്കും മുഖ്യമന്ത്രി പ്രമേയത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും ഇക്കാര്യത്തിൽ? ശൂന്യവേളയിലേക്ക് കടക്കുമ്പോഴായിരിക്കും പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. ആദ്യം അടിയന്തര പ്രമേയമാണ്, അതിനുശേഷം ശ്രദ്ധ ക്ഷണിക്കലുണ്ട്, ശ്രദ്ധ ക്ഷണിക്കൽ കഴിഞ്ഞ് സബ്മിഷനുണ്ട്, സബ്മിഷൻ കഴിഞ്ഞ് മാത്രമേ പ്രമേയത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളൂ. പ്രമേയത്തിൽ കൃത്യമായി തന്നെ പറയുന്നത് ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണെന്ന ആശങ്ക വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വാർത്ത മീഡിയ വണ്ണാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SIR നടപ്പാക്കുന്നത് നിഷ്കളങ്കമല്ല എന്നുകൂടി പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം കമ്മീഷനെ സംശയനിഴലിലാക്കുകയാണ്. കേരളത്തിൽ തിടുക്കപ്പെട്ട SIR നടപ്പാക്കുന്നത് ദുരുദ്ദേശപരമാണെന്നാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയത്തിൽ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ SIR-നെ എങ്ങനെയും ഉപയോഗിക്കുമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. SIR പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് മീഡിയ വൺ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് CPM പോലും ആ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന സമീപനത്തിലേക്കാണ് കേരള നിയമസഭ എത്തിച്ചേരുന്നത്. ഐകകണ്ഠേന പാസ്സാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം പ്രതിപക്ഷം ഈ വിഷയത്തിൽ രാജ്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ കേരള നിയമസഭയിൽ ഒരു പ്രമേയം വരുമ്പോൾ അതിനെ എതിർക്കാനുള്ള സാധ്യത കുറവാണ്. സൈഫ്, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ SIR-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളൊക്കെ അത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൽ NRC വിവരങ്ങൾ കൂടി നടപ്പാക്കാനുള്ള ചില പദ്ധതികൾ കൂടിയുണ്ട്, അത്തരം വിവരങ്ങൾ ശേഖരിക്കാനുള്ള പദ്ധതി കൂടി ഉണ്ട് എന്ന് പറയുന്നത് അത് മീഡിയ വൺ വാർത്തയെ തുടർന്ന് തന്നെയാണ്. സാജിദ് റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയുടെ അതിനുശേഷമാണ് ഒരുപക്ഷെ സഭയിലടക്കം ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതും കൂടെ ശ്രദ്ധേയമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. മീഡിയ വണ്ണാണ് ആദ്യം വിഷയം പുറത്തുവിടുന്നത്. 3 ചോദ്യങ്ങളിലെ 3 ഡേറ്റുകൾ, അതാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി കണക്ട് ചെയ്തിട്ട് അത് NRC-യിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയടക്കം ഉയർന്നു വരാനിടയായ സാഹചര്യം. ആദ്യഘട്ടത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ സുതാര്യമായി നടപ്പാക്കുന്നുണ്ടെങ്കിൽ നടപ്പായിക്കോട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നു. പക്ഷെ പിന്നീട് മീഡിയ വൺ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ CPM അതിനകത്ത് നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പൗരത്വ നിയമത്തിലേക്കുള്ള വളഞ്ഞ വഴിയാണ് എന്ന സമീപനത്തിലേക്ക് CPM നേതൃത്വം കൂടി എത്തിച്ചേർന്നു. അത് കേരള നിയമസഭയിൽ ഒരു പ്രമേയമായി കൂടി വരികയാണ്. ഇത് വളഞ്ഞ വഴിയിലൂടെ NRC നടപ്പാക്കാൻ, പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്ന് നിയമസഭ കൂടി ആ നിലപാടിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഐകകണ്ഠേന ഈ പ്രമേയം നിയമസഭ പാസ്സാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. സൈഫ്, ഇപ്പോൾ ഈ പ്രമേയം പാസ്സാക്കുക അതുവഴി മറ്റെന്ത് ഇമ്പാക്റ്റ് ആണ് കേരള രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിടുക്കപ്പെട്ട SIR നടപ്പാക്കില്ല എന്നറിഞ്ഞു. പക്ഷെ അതിനുശേഷം എന്തായാലും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇത് നടപ്പാക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സുതാര്യത വേണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്, അല്ലേ? അതെ, സുതാര്യത ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ. അതിനൊപ്പം തന്നെ ഇതിനകത്ത് ദുരുദ്ദേശമുണ്ട് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഡേറ്റുകൾ ഇനി നടപ്പാക്കണമെങ്കിൽ തന്നെ ഈ 3 ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകളിൽ ഒരു മാറ്റം അത് കൊണ്ടുവന്നാൽ ചിലപ്പോൾ അംഗീകരിച്ചേക്കാം. അതേസമയം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അതിനോട് പൂർണ്ണ യോജിപ്പ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളം പോലെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടുതലുള്ള സംസ്ഥാനത്ത് അത് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനെ ഇത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ നടപ്പാക്കാൻ സാധ്യതയുള്ളൂ. അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കും? അത് വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്ന് പ്രക്ഷോഭത്തിലേക്ക് മറ്റും പോകുമോ?
തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം ഇത് മാൻഡേറ്ററി ആണ്, അത് ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന സമീപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് അതിനെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഈ പ്രമേയം എങ്ങനെയാണ് സഭയ്ക്കകത്ത് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? അത് ചർച്ചയ്ക്ക് അവസരമുണ്ടോ? അങ്ങനെയെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു സമീപനവും നിലപാടും എന്തായിരിക്കും? പ്രത്യേകിച്ചും പിണറായി വിജയൻ SIR-നെതിരായ അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല എന്നൊരു കോൺഗ്രസ് വിമർശനം അവിടെ നിലനിൽക്കെ സ്വാഭാവികമായും വിഷയം നിയമസഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? പ്രതിപക്ഷം അതിനോട് സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ അതുകൊണ്ട് ക്ലിയർ ആകുന്നില്ല സൈഫ്. സൈഫിലേക്ക് വരാം. എന്തായാലും പ്രമേയം അല്പസമയത്തിനകം തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിക്കുക. SIR-മായി ബന്ധപ്പെട്ട് ആശങ്കകളൊന്നും നിലവിൽ ദൂരീകരിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SIR നടപ്പാക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വീണ്ടും SIR നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ അതിലൊരു ട്രാൻസ്പെറൻസി, സുതാര്യത വേണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്.